ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി ചിത്രം തെളിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. സീറ്റ് വിഭജനം ഇന്നും നാളെയുമായി പൂർത്തിയാക്കുമെന്ന് ബിജെപിയും കോൺഗ്രസും കണക്കുകൂട്ടുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടാകുമെന്ന് ബിജെപി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് മുൻ എം പി ബിജെപിക്കും JDU മുൻ എം പിയും MLAയും RJDയിലും ചേർന്നു. ബീഹാറിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന സർവേകളും പുറത്തുവരുന്നുണ്ട്. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, സ്ഥാനാർത്ഥി നിർണയം എന്ന കടമ്പ ഇനിയും കടന്നിട്ടില്ല. ഈ പറഞ്ഞതുപോലെ NDAയും മഹാഗഠബന്ധനും. എന്നാലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളികളും ഈ ഒരു അവസാന നിമിഷത്തിലൊക്കെ സജീവമാണ്. പക്ഷേ ഇന്നലെ രണ്ടുപേർ നാമനിർദ്ദേശ പത്രിക, രണ്ടുപേരിലടക്കം കൂടുതൽ നാമനിർദ്ദേശ പത്രിക നൽകിയതായി മനസ്സിലാക്കും. അതായത് സിറ്റിംഗ് സീറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഉറപ്പിച്ചവർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാമെന്ന് പാർട്ടികൾ വ്യക്തമാക്കി, മുന്നണികൾ വ്യക്തമാക്കിയതായാണ് ലഭിക്കുന്ന സൂചന. എന്താണ് ഇപ്പോൾ ബീഹാറിലെ ഒരു ചിത്രം? സ്വപ്ന, 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ് നേതൃത്വങ്ങൾ വ്യക്തമാക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഇന്നും നാളെയുമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങൾ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയൊക്കെ തന്നെ യോഗങ്ങൾ ചേരുന്നുണ്ട്. അവർ നൽകുന്ന പട്ടിക അംഗീകരിച്ച ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷനടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അവസാനവട്ട ചർച്ചകൾ പൂർത്തിയാകുന്നു. സീറ്റ് വിഭജന കാര്യത്തിൽ കൂടി ചില വ്യക്തതകൾ വരാനുണ്ട്. അതിൽ ദേശീയ നേതൃത്വമാണ് ഈ നിലപാടുകൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം JDUവും BJPയും തമ്മിലുള്ള പ്രധാനമായും ബീഹാറിൽ ഭരണപക്ഷത്ത് തർക്കം നിൽക്കുന്ന LJPയുടെ സീറ്റ് സംബന്ധിച്ചാണ്. ഏതായാലും 40 സീറ്റുകളിൽ ലഭിക്കണമെന്നൊരു വാശി LJP മുന്നോട്ട് വയ്ക്കുന്നു. നേരത്തെ നമുക്കറിയാം, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുമായി LJP ചർച്ച നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും NDAയുടെ ഭാഗത്ത് തന്നെ ഉറച്ചു നിൽക്കാൻ ചിരാഗ് പാസ്വാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ സീറ്റ് വിഭജന കാര്യത്തിൽ നിർണായക തീരുമാനം ഉണ്ടാകേണ്ടത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം ചില ചർച്ചകൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇങ്ങനെ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് മുൻപ് MLAമാരും MP ആയിരുന്ന ആളുകൾ പാർട്ടി മാറുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ബീഹാറിൽ ഉടലെടുത്തുണ്ട്. കോൺഗ്രസിന്റെ MP ആണ് അജയ് നിഷാദാണ് ഇപ്പോൾ BJPയിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ BJPയുടെ ഭാഗമായിരുന്നു. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പിന്നീട് കോൺഗ്രസ് ടിക്കറ്റ് മത്സരിക്കുകയും MP ആകുകയും ചെയ്തു. മുസഫർപൂറിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഈ മുസഫർപൂർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ നിന്നൊരു നേതാവ് വീണ്ടും BJPയിലേക്ക് എത്തുമ്പോൾ ആ മണ്ഡലത്തിലടക്കം വിവിധ സ്ഥലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു MPയും മുൻ MLAയും ഒക്കെ തന്നെ RJDയിലേക്കും പോകുന്നു. അവരടക്കം തന്നെ വ്യക്തമാക്കിയത് JDU ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPക്ക് പൂർണ്ണമായും കീഴ്പ്പെടേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഈ സീറ്റുകൾ പലർക്കും ഇപ്പോൾ സീറ്റ് മോഹികളായ നിരവധി നേതാക്കളുള്ള ബീഹാറിൽ സ്വാഭാവികമായും സീറ്റ് നിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം AICC ആസ്ഥാനത്തിന് മുൻപിലുണ്ടായിരുന്നു. ചിലർ നേതാക്കൾ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് ശരിയായില്ല, അവിടെ നൽകേണ്ടിയിരുന്നില്ല എന്ന പരസ്യമായ വിമർശനം ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില സർവേകൾ പുറത്തു വരുന്നുണ്ട്. ആ സർവേ പ്രകാരമാണെങ്കിൽ NDA സഖ്യം അധികാരം നിലനിർത്തുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു നേരിയ വ്യത്യാസം മാത്രമാണ് അപ്പോഴും കാണുന്നത്. 40%-ലധികം സാധ്യതയാണ് NDA സഖ്യത്തിന് ഭരണം നിലനിർത്താൻ പറയുന്നത്. പക്ഷേ 38%-ൽ താഴെ 38%-ലേക്കാണ് RJDയുടെ സാധ്യത. 17%, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 17%-ലധികം വോട്ടുകൾ നേടുകയും അതിനൊരു നിർണായക ശക്തിയായി പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടി എത്തുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം, പല മണ്ഡലങ്ങളിലും നിലവിൽ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ഓരോ പാർട്ടിക്കും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. പല നേതാക്കളും പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് തന്നെ കാര്യങ്ങളെത്താം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം മുന്നോട്ട് പോകുന്നത്. സ്വപ്ന.